ഫായിസ് പാച്ചുവിന്റെ കേസ് ഞാൻ ഒഴിവാക്കിയത് കാരണം അത്രയധികം ആളുകൾക്ക് പൈസ കൊടുക്കാനാണ്. ഞാൻ ഫായിസ് പാച്ചുവിന്റെ ഓരോ വീഡിയോസിന്റെ ഓരോ ഇഷ്യൂസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ക്യാഷ് തരാനുണ്ട്, ഇവിടുത്തെ ദിർഹംസ് തരാനുള്ളത്. ഞങ്ങളെ വീഡിയോക്ക് 2-3 വീഡിയോക്ക് ലൈക്ക് അടിച്ചത് കണ്ടിട്ട് അവൻ എന്നെ ഭീഷണിപ്പെടുത്തപ്പോൾ അവർക്ക് ക്യാഷ് ഇങ്ങോട്ട് തരാണ്ട്. ഞാനിങ്ങളൊരു വീഡിയോക്ക് ഞങ്ങൾ ഓരോ വീഡിയോസ് കണ്ട് അതിന് ഏതൊരു വീഡിയോസിൽ 2-3 വീഡിയോസിൽ ലൈക്ക് അടിച്ച് അതിനിപ്പോ എന്നെ ഭീഷണിപ്പെടുത്തവൻ. അങ്ങനെ പയ്യന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇവിടെ ഷെയർ ചെയ്യണില്ല. ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് 510 ദിർഹംസാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിലെന്ത് ഞാനിപ്പോ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട് വിത്ത് പ്രൂഫ് വെച്ചിട്ട് എനിക്ക് ഇത്ര തരാനുണ്ട് ഇത്ര തരാണ്ടെന്ന് പറഞ്ഞിട്ട് വരാറ്. ഞാൻ വീഡിയോ ചെയ്യാറില്ല, കാരണം ലീഗലായിട്ട് മുന്നോട്ട് പോയ കാരണം ഞാൻ ചെയ്യാറില്ല. പക്ഷെ വീഡിയോ ചെയ്യാൻ കാരണം ഈ വ്യക്തി എന്റെ 2 വീഡിയോക്ക് ലൈക്ക് ചെയ്തതിന് കാണാമറയത്ത് നിന്നിട്ട് പാച്ചു ഇവരെ ഭീഷണിപ്പെടും. ഈ ഭീഷണി പറഞ്ഞുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഊച്ചാളിത്തരാണെന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കോ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്റെ നമ്പറിലോട്ട് വിളിക്ക്, അല്ലെങ്കിൽ നീ എന്റെ നാട്ടിലോട്ട് വാ, അല്ലെങ്കിൽ നീ പറഞ്ഞ കൊടുത്ത് ഞാൻ വരാം. ഏതാണ്ട് 5 ആഴ്ച ആയിട്ട് നീ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണില്ല. നീ വിചാരിക്കുന്നുണ്ടാവും ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെ നിർത്തിയാൽ ഇതൊക്കെ എല്ലാവരോടും മറക്കുന്നു. ഈ പൈസ കൊടുക്കാനുള്ള പൈസ നീ കൊടുത്തേ പറ്റൂ. പക്ഷെ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം പൈസ കൊടുക്കാനുള്ളവരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ലോഡ് വീഡിയോ ഞാൻ ചെയ്യേണ്ടി വരും. പക്ഷെ നീ ചെറ്റത്തരം ഇതിന്റെ ഓൾറെഡി ചെറ്റത്തരാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഭീഷണികള് കൊടുക്കാനുള്ള ഒരു പൈസ കൊടുക്കാണ്ട് ചെറ്റത്തരം ചെയ്യുന്ന ഊച്ചാളിയെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് തീർക്കണ. ഇത് നിനക്ക് താക്കിയതാണ്. നീ ആരെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന പരിപാടികളൊക്കെ നീ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കയ്യിൽ ഇനിയുണ്ട് സാധനങ്ങൾ, ഞാൻ അത് പുറത്തു വിടും. 5K അല്ലെങ്കിൽ ഒരു 25K നാട്ടിലേക്ക് എമർജൻസി ആയിട്ട് അയക്കണം. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്മീഷൻ തരാൻ.